എന്തിയാണോ നമ്മി പറയുന്നത്? ഇനിയെങ്കിലും നീ യഥാർത്ഥ ഭാര്യയാവണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. മോളെ, എന്തിനാ ഗൂഗിൾ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയത്? ഒന്നും പഴയതുപോലെ അല്ലല്ലോ. എന്താ പഴയതുപോലെ അല്ലാത്ത? ഇതൊന്നും നല്ല ശീലമല്ലെന്ന് ഗൂഗിളിനും അറിയാലോ. മദ്യം നല്ല കാര്യമല്ല എന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. മദ്യത്തിന്റെ ലഹരിയില് സ്വന്തം ഭാര്യയും മക്കളെയും കൊന്നവന്റെ കേസ് ഞാൻ വാദിച്ചിട്ടുണ്ട്. കള്ളുകുടിയനായ ഭർത്താവിന്റെ ശല്യം സഹിക്കാതെ ഭർത്താവിനെ കൊന്ന ഭാര്യയുടെ കേസും ഞാൻ വാദിച്ചിട്ടുണ്ട്. മദ്യം കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒക്കെ എനിക്കറിയാം. ഞാൻ മദ്യത്തിനെതിരെ തന്നെയാ. പക്ഷേ ചില സമയത്ത് മദ്യം നമുക്ക് സമാധാനം തരുന്നൊരു വസ്തുവാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ശീലം തുടങ്ങിയത് അല്ലേ? ഗൂഗിളിന്റെ പ്രവൃത്തി കാണുമ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ എത്ര വിഷമമുണ്ടെന്നറിയോ? ആരെ ഓർത്തൊന്നും അങ്ങനെ വിഷമിക്കാൻ പാടില്ല. ആർക്കും സ്വന്തമല്ല എന്ന് ആരും പറഞ്ഞത് ഓർമ്മയില്ലേ? ഞാനെങ്ങും കേട്ടിട്ടില്ല. ഇത് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്നല്ലേ? അങ്ങനെയെങ്കിൽ എങ്ങനെ? എടോ, ഞാനൊരു മദ്യപാനിയൊന്നുമല്ല. തനിക്കറിയാവോ, ഓരോ നിമിഷം പുതിയ കോശങ്ങൾ ജനിക്കുന്ന നമ്മുടെ ശരീരം പോലും സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എടോ, മാറ്റം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. അങ്ങനെ മാറാൻ വേണ്ടിയാണോ ഗൂഗിൾ മദ്യം കുടിക്കുന്നത്? ഗൂഗിൾ, ദയവ് ചെയ്ത് ഈ ശീലം ഒന്ന് ഉപേക്ഷിക്കണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എടോ, മദ്യം മനുഷ്യനെങ്ങനെ മാറ്റുന്നൊന്നുമില്ല. കുറച്ചു നേരത്തേക്ക് നമ്മളെല്ലാം ഒന്ന് മറക്കും. പക്ഷേ സത്യത്തിനെ മറയ്ക്കാൻ മദ്യത്തിനെ കൊണ്ട് പറ്റുകയില്ല. ഗൂഗിൾ എന്തൊക്കെയാ പറയുന്നേ? ഗൂഗിളിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. അത് മറക്കരുത്. കൂടുമ്പോ ഇമ്പമുണ്ടാകുന്നതിനെയാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ആ ഇമ്പം നഷ്ടപ്പെട്ടാലോ? അപ്പോൾ അത് കുടുംബമാവുമോ? ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. എന്റെ വാക്കുകൾ ഗൂഗിളിന് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഈ ശീലം തുടരാം. സ്വയം ഉപദേശിക്കാൻ എന്തെളുപ്പമാ. ഇനിയൊന്നും പഴയതുപോലെ ആവാൻ പോകുന്നില്ല. ഞാനും ഈ വീടും സമൃദ്ധിയും എല്ലാം മാറാൻ പോവാ. അതിനെ നേരിടാനുള്ളൊരു ശക്തിയാ ഈ ലഹരി. ഞാൻ ഗൂഗിൾ ഉറങ്ങിയോ നോക്കാൻ. എന്നിട്ട് അവൻ ഉറങ്ങിയോ? ആ, ഉറങ്ങി. എന്നാ ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ. മോളെ, നീ ഇരിക്ക്. എന്താ അമ്മ? കുറച്ച് ദിവസമായി ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ഉറങ്ങാൻ പോലും അവനിപ്പം മദ്യം ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള അവസ്ഥയാ. കണ്ടില്ലേ? ഇങ്ങനെ മുന്നോട്ട് പോയാ അവന്റെ ജീവിതം എന്തായി തീരും? നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ സ്വന്തം ഭർത്താവ് ഇങ്ങനെ ആകുന്നതിന്റെ ഉത്തരവാദിത്വം ഭാര്യ എന്ന നിലയിൽ നിനക്കും ഉണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല. അമ്മ, ഞാൻ മനഃപൂർവ്വം. നീ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നോ അല്ലാതെ ചെയ്യുന്നതാണെന്നോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു ഭർത്താവിനോട് ചെയ്യേണ്ട കടമകൾ ഭാര്യ എന്ന നിലയിൽ നീ ചെയ്യാത്തതുകൊണ്ടാ എന്റെ മോനെ ഗതി വന്നത്. അമ്മ എന്നെ മാത്രം കുറ്റപ്പെടുത്താണോ? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ലേ? നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ട് നീ അവനും കൂടി ഒരുമിച്ച് ജീവിക്കാം എന്ന പഴയ പല്ലവി എന്നോട് വേണ്ട. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല.
നിനക്ക് ചിലപ്പോ നഷ്ടമൊന്നും ഉണ്ടാവില്ല. നഷ്ടം അവനും ഞങ്ങൾക്കും മാത്ര. അങ്ങനെയൊന്നും പറയില്ല അമ്മ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? കഴിഞ്ഞ 10 വർഷമായി നിന്നെ അവൻ സ്വന്തം ജീവനേക്കാൾ അധികമായി സ്നേഹിച്ച് ഈ വീട്ടിൽ താമസിപ്പിച്ചത് പിന്നെ എന്തിന്? അവന്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ അവന്റെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടി തന്നെയാ. നീയല്ലാതെ മറ്റൊരു പെണ്ണ് ഇനി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 മുറികളിലുള്ള ഈ ജീവിതം അവസാനിപ്പിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. ഇല്ലെങ്കിൽ കുടിച്ചു കുടിച്ച് ബോധം നശിച്ച് എന്റെ മകൻ മരിക്കും. അത് കാണാൻ എനിക്ക് വയ്യ. അവൻ പുറത്തൊന്നും പറയില്ല, അവന്റെ സ്വഭാവം അങ്ങനെയാ. പക്ഷെ എല്ലാം സ്വയം ഉള്ളിലൊതുക്കി അവൻ നശിക്കും. ഇന്ന് അവനുള്ളതല്ല ഇല്ലാതാവും. അവന്റെ ജോലി, സമൂഹത്തിലെ അന്തസ്, അഭിമാനം, കുടുംബം എല്ലാം. ഒടുവിൽ ചിലപ്പോ അവൻ ആത്മഹത്യ ചെയ്തെന്നും വരും. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മ. ഗോകുലിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരിക്കലും ഗോകുലിനെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇല്ലമ്മ. എങ്കിൽ അവനെ മനസ്സിലാക്കാൻ മോളൊന്ന് ശ്രമിക്കേ. നിനക്ക് മാത്രമേ ഇനി അവനെ രക്ഷിക്കാൻ കഴിയൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? ഇനിയെങ്കിലും നീ യഥാർത്ഥ ഭാര്യയാവണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. മോളെ, ഈ ലോകത്ത് ഇനി നിനക്ക് മാത്രമേ അവനെ രക്ഷിക്കാൻ കഴിയൂ. എന്റെ മോന്റെ ജീവിതം നീയായിട്ട് തകർക്കരുത്. ആലോചിക്കുന്നത്? ഒരു വിധത്തിൽ നമ്മൾ ഇതിനകത്ത് കയറി. പക്ഷേ എന്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. നിസ്സാരക്കാരിയല്ല അവന്തിക. ഈ വീടിനകത്ത് കയറ്റിന്ന് വെച്ച് അവളെ നമ്മളെ വിശ്വസിച്ചൊന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരുടെ കണ്ണുകൾ നമ്മുടെ പിന്നാലെ തന്നെ കാണും. പക്ഷേ എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ കണക്ക് ചോദിക്കാതെ ഞാനിവിടുന്ന് പോയില്ല. കണക്ക് കൂട്ടി തന്നെയാണ് ഞാൻ ഓരോ ചുവടും വയ്ക്കുന്നത്. ആ സാറും മാഡവും പറഞ്ഞ പോലെ അവന്തികയുടെ തകർച്ച കണ്ടിട്ടേ നമ്മൾ ഈ പടി ഇറങ്ങാവൂ.